ആലുവയിൽ കടയുടെ മുന്നിൽ സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകൾ കടയുടമ മാറ്റിയത് പോലീസ് നിർദ്ദേശപ്രകാരം. ഗതാഗത മന്ത്രി നിർദ്ദേശിച്ച പരിഷ്കാരങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നും ആലുവ ഡിവൈഎസ്പി റിപ്പോർട്ടറിനോട് പറഞ്ഞു. തൊട്ടടുത്ത കടയുടമയുമായി തർക്കങ്ങൾ ഉണ്ടെന്നും അവരാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്നും കടയുടമ അനിൽകുമാറും വിശദീകരിച്ചു. ആലുവ പറവൂർ കവലയിൽ കടയ്ക്ക് മുന്നിലെ നോ പാർക്കിംഗ് ബോർഡ് കടയുടമ പിഴുതുമാറ്റുന്നു എന്ന പേരിൽ പ്രചരിച്ച ദൃശ്യങ്ങളാണിത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റിയെന്നായിരുന്നു പ്രചാരണം. സംഭവത്തിൽ ഗതാഗത മന്ത്രി റിപ്പോർട്ട് തേടുകയും ചെയ്തു. എന്നാൽ പോലീസ് സ്ഥാപിച്ച ബോർഡ് പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് ചൈത്രം കടയുടമയായ അനിൽകുമാർ മാറ്റുകയായിരുന്നു. തെറ്റായ വാർത്തയാണ് പ്രചരിച്ചത് എന്ന് ആലുവ ഡിവൈഎസ്പി എ പ്രസാദ് റിപ്പോർട്ടറിനോട്. കച്ചവടക്കാർ തമ്മിൽ 1-2 പ്രശ്നങ്ങളുണ്ടാവും. വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തതിനെ സംബന്ധിച്ച് ഒരുപടി 1-2 അടിപിടികളുണ്ടായി. പോലീസിന്റെ ശ്രദ്ധ ആവശ്യമായതുകൊണ്ട് SIയുടെ പട്രോളിങ്ങിനിടയിൽ ഇവിടെ വരികയും നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരോടൊപ്പം ഈ കാര്യത്തിലൊരു നിയന്ത്രണം വേണം, വേറെ പാർക്കിംഗ് പ്ലേസ് ഉണ്ടായി കണ്ടെത്തണം, പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. SIയോട് അത് പുനഃപരിശോധിക്കാൻ പറഞ്ഞ് SI പുനഃപരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ചില ദോഷം അവർക്ക് വരുമെന്നുള്ള കാര്യം SIക്ക് ബോധ്യപ്പെട്ടിട്ട് അതെന്നോട് അറിയിച്ചു. അതനുസരിച്ച് നമ്മൾ നോക്കിയപ്പോൾ അവരുടെ പരാതിക്ക് അതൊരു ജെനുവിനിറ്റി ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെയാണ് അത് നമ്മൾ അതായത് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയത് മാറ്റാൻ പറഞ്ഞു. തൊട്ടടുത്തുള്ള 5 സ്റ്റാർ എന്ന കടയുടെ ഉടമയുമായി തർക്കം നിലനിന്നിരുന്നു. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വാക്തർക്കം സംഘർഷത്തിലെത്തുകയും ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 2 കടകളുടെയും മുന്നിൽ പോലീസ് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചത്. എന്നാൽ ഇത് കച്ചവടത്തെ ബാധിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ബോർഡുകൾ മാറ്റാൻ പോലീസ് അനിൽകുമാറിനെ അനുവദിക്കുകയായിരുന്നു. ഓരോ ദിവസം എന്നെ ഇങ്ങനെ ഓരോ വണ്ടിയുടെ തടസ്സം, എൻ്റെ കടയിൽ ശല്യം, എൻ്റെ കസ്റ്റമേഴ്സിനെ വിളിച്ച് അവരെ കടയിലേക്ക് കൊണ്ടുപോലും എൻ്റെ ബിസിനസ്സിന് തടസ്സപ്പെടുത്തുന്ന ഫ്രീയിൽ സ്ഥിരം ഇങ്ങനെ വന്ന് ഒരു 10-12 കേസ് ഞാൻ ആലുവ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിനൊക്കെ അവിടെ പോലീസുകാർ എനിക്ക് അനുകൂലമായിരുന്നു എല്ലാവരും. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റില്ല. ഞാൻ DSP സാറിനടുത്ത് സംസാരിച്ചു. ആ സാറ് നമ്മുടെ അടുത്ത് വളരെ മാന്യമായിട്ടും വളരെ സ്നേഹത്തോടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് സാറിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട്, കാരണം എൻ്റെ ബിസിനസ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് സാറിന് ബോധ്യപ്പെട്ടപ്പോൾ സാറ് പറഞ്ഞ് SI സാറെ വിളിച്ച് നിങ്ങളത് ചെയ്യണ ശരിയല്ല, അതിൻ്റെ പേരിൽ അത് അവിടെ നീക്കം ചെയ്യാൻ പറഞ്ഞു. പറവൂർ കവലയിലെ ഗതാഗതക്കുരുക്ക് മാറ്റാൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം വരുത്തിയ മാറ്റങ്ങളുമായി നോ പാർക്കിംഗ് ബോർഡുകൾക്ക് ബന്ധമില്ലെന്നും പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.